ക്രിസ്മസ് ഒക്കെ അല്ലേ, നല്ലൊരു പനീർ മപ്പാസ് ഉണ്ടാക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. മപ്പാസ് അപ്പം, പുട്ട്, നെയ്ച്ചോറ് ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ ചേരുന്നതാണ് കേട്ടോ. ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് പനീർ തന്നെയാണ്. 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതൊരു 3 പേരുടെ അളവിൽ ഉണ്ടാക്കിയതാണ്. അടുത്തത് വേണ്ടത് ഉള്ളിയാണ്, വലിയുള്ളി ഏകദേശം ചെറുതായി അരിഞ്ഞത് ഏകദേശം നമുക്കൊരു 100 ഗ്രാമോളം വേണം. ഇനി വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് 3ആണ്. ഞാൻ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ 2 നല്ല എരിവുള്ള പച്ചമുളകാണ്, അതും നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കാൻ പോകുന്നത്. പക്ഷെ ഇത് 3ഉം കൂടെ ഒരുമിച്ച് ചതച്ചെടുത്ത് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ രുചിയിൽ നല്ല വ്യത്യാസം വരും കേട്ടോ. 3ഉം കൂടി ഒരുമിച്ച് ചതക്കരുത് എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അല്ലാതെ ചെയ്ത് നോക്കൂ കേട്ടോ, ഈ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടികളാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അത് മേലെ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് മൂപ്പിച്ചിടാൻ വേണ്ടി നമുക്ക് കുറച്ച് അരിഞ്ഞ ഉള്ളിയും, അത് നീളത്തിലോ പൊടിയായിട്ടോ അരിയാം. പിന്നെ കുറച്ച് വറ്റൽമുളകും ചെറുതായി അരിഞ്ഞത്. ഇത് സാധാരണ വറ്റൽമുളക് ചേർക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇത് ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട്, അധികം കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതും അതിൻ്റെ കൂടെയുള്ള എണ്ണയും കൂടി മപ്പാസിലേക്ക് ചേർത്ത് നോക്കൂ. നല്ല രുചിയാണ്. ഒരു പ്രത്യേക ഒരു ലെവലപ്പ് ആക്കുന്ന ഒരു രുചിയാണ് കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം. ഒരു 100 ml 1ാം പാലും ഒരു 300 ml 2ാം പാലും വേണം. പനീർ ആയതുകൊണ്ട് കുക്കിംഗ് വളരെ എളുപ്പത്തിൽ കഴിയും. ഒരു പാൻ മീഡിയം തീയിൽ വെക്കുക. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 100 ഗ്രാം പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളി ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ. ഉള്ളി ഏകദേശം ഒരു പകുതി പാകമാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഒരു 10-15 സെക്കൻഡ് നേരം വഴറ്റി കഴിഞ്ഞതിന് ശേഷം പച്ചമുളകും കൂടെ കീറി വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇതാ ഉള്ളി ഇപ്പം ഏകദേശം ലൈറ്റ് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ കീറി വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒഴിച്ചുള്ള ബാക്കി എല്ലാ പൊടികളും, കുരുമുളക് പൊടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ കേട്ടോ. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇതപ്പോൾ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. പനീർ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഇളം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്ന സമയത്താണ് പനീർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മസാലയൊക്കെ ഒന്ന് പനീറിലേക്ക് പിടിക്കും. അത് പനീറിനൊരു ടേസ്റ്റാണ്. പനീർ മാത്രം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പനീർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, പനീറിലേക്കൊക്കെ മസാല പിടിക്കുന്നത് വരെ. ഇത് കണ്ടോ, ഇപ്പം പനീറിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പനീറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇളം പാലും, അതായത് 2ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പനീർ നന്നായിട്ട് എല്ലാം ഡിപ്പാകുന്നത് പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു തിള വരുന്ന വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യാം. അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ 1 മിനിറ്റ് മുഴുവനായിട്ടും എടുത്തില്ല, അതിനു മുന്നേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ പനീർ നന്നായിട്ട് ആ ടേസ്റ്റും സ്മെല്ലൊക്കെ കളറും ഒക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പനീർ നേരത്തെ ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. 1-ാം പാല് ഒഴിക്കുന്നതിന് മുന്നേ ആഡ് ചെയ്ത് ആ മസാലയിൽ കിടന്ന് അതിൻ്റെ കളറും ആ ഒരു രുചിയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ പനീറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സാധാരണ കറിയെല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് പനീർ ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ സമയത്താണ് ഞാൻ കുരുമുളക് ചേർക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ആണെങ്കിലും തന്നെ ആദ്യമേ തന്നെ നമ്മൾ കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ, ആ പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കുത്തുന്ന ടേസ്റ്റ് വരും. അത് നോൺ വെജിനൊക്കെ ആണെങ്കിൽ അത് പ്രശ്നം വരില്ല. പക്ഷെ പനീറാവുമ്പോൾ ഈ ഒരു കുത്തുന്ന ടേസ്റ്റ് ഓവർ പവർ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സമയത്ത്, അതായത് 1-ാം പാല് 2-ാം പാല് ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം 1/2 ടീസ്പൂണിലും കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, ഈ ഒരു സമയത്ത് മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ 1-ാം പാല് ചേർക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ കറി റെഡിയാണ്. ഒരു ചെറിയ താളിപ്പും കൂടി ഉണ്ട്. താളിക്കാൻ വേണ്ട ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വലിയ ഉള്ളിയാണ് നമ്മൾ യൂസ് ചെയ്തത്, അതിന് ചെറിയ ഉള്ളി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ വറുത്ത് കോരി മപ്പാസിലേക്ക് ചേർക്കാം. അതേപോലെ തന്നെയാണ് വറ്റൽമുളകും. വറ്റൽമുളക് വളരെ കുറച്ച് മതി. നമുക്കതിൻ്റെ സ്മെല്ലാണ് മെയിനായിട്ട് വേണ്ടത്. പക്ഷെ രുചിയും കൂടെ ചെറുതായിട്ട് കിട്ടുമ്പോൾ അതിനൊരു വേറെ ഒരു മപ്പാസിനൊരു നല്ലൊരു എലിവേറ്റിംഗ് രുചിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ മപ്പാസ് റെഡിയാണ്. എൻജോയ്. ഹാപ്പി ക്രിസ്മസ്.